നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് വലിയ ആനുകൂല്യമായിട്ട് വിതരണം ചെയ്തു വരുന്ന 2024 മാർച്ച് മാസം മുതൽ ഇപ്പോൾ എല്ലാ മാസവും സഹായമുണ്ട്. ക്ഷേമ പെൻഷനുകൾ. ഈ ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് 2500 രൂപ വരെ ആക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ സംസ്ഥാനത്തില്ല. അതുകൊണ്ട് തന്നെ 100 രൂപയുടെയൊക്കെ വർധനവായിരിക്കും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത്. വരുന്ന ബഡ്ജറ്റിൽ, അതായത് നമ്മുടെ സംസ്ഥാനം കാത്തിരിക്കുന്ന ഒരു നിർണായക ബഡ്ജറ്റ് കൂടിയാണിത്. പഞ്ചായത്ത് ഇലക്ഷന് മുൻപുള്ള ഒരു വലിയ ബഡ്ജറ്റ്. അത് 2025 ഫെബ്രുവരി മാസമായിരിക്കും അവതരിപ്പിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെയായിരിക്കും പെൻഷൻ വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുക. ഇപ്പോൾ 1600 രൂപ ലഭിക്കുന്നവർക്ക് 100 രൂപയുടെ വർധനവ് വന്നാൽ പോലും അത് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും. 62 ലക്ഷത്തോളം ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ, അതോടൊപ്പം ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമുക്ക് ഈ വർഷം 2 ഗഡുക്കൾ കുടിശ്ശിക വിതരണം ചെയ്യുമെന്നും അടുത്ത സാമ്പത്തിക വർഷം 3 ഗഡുക്കൾ കുടിശ്ശിക വിതരണം ചെയ്തു തീർത്ത് അങ്ങനെ കുടിശ്ശിക ഇല്ലാതാക്കുമെന്നുമാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, എല്ലാ മാസങ്ങളുടെയും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ പെൻഷൻ മുടങ്ങാതെ നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. 2024 മാർച്ച് മാസം മുതൽ ഇപ്പോൾ എല്ലാ മാസവും കൃത്യസമയത്ത് തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. നവംബറിൽ പെൻഷൻ വിതരണം നടത്തിയത് നവംബർ മാസം 6-ാം തീയതിയായിരുന്നു. കുടിശ്ശികയായിരുന്ന 1 ഗഡുവാണ് വിതരണം നടത്തിയത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. BPL റേഷൻ കാർഡ് ആണ് എങ്കിൽ അവർക്ക് വയോമധുരം പദ്ധതി വഴി സൗജന്യ ഗ്ലൂക്കോമീറ്റർ, അതോടൊപ്പം സ്ട്രിപ്പുകൾ ലഭിക്കുന്ന പദ്ധതി, മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി വഴി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി 10,000 രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. ഇതിലേക്കെല്ലാം സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ്. പഞ്ചായത്ത് തലങ്ങളിൽ വയോജനങ്ങൾക്ക് നടപ്പിലാക്കുന്ന കട്ടില്, കമ്പിളി പുതപ്പ് അല്ലെങ്കിൽ പുതപ്പ് വിതരണം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുണ്ട്. അതിൻ്റെ അപേക്ഷകൾ പല മേഖലകളിലും ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുമാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വാർദ്ധക്യകാല പെൻഷന് വേണ്ടിയും അപേക്ഷ വെക്കണം. മറ്റ് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാത്തവരാണ് ഇതിലേക്ക് അപേക്ഷ വെക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക്, അതും PG കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്കാണ് 15,000 രൂപ വീതം മാസം ലഭിക്കുന്ന UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ PG കോഴ്സിലേക്കുള്ള സ്കോളർഷിപ്പ്. ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ വെക്കാൻ അർഹതയുള്ളത്. നവംബർ 15 തീയതികൾ അവസാനിക്കേണ്ടതായിരുന്നു. അതിപ്പോൾ 30-ാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ച മാത്രമാണ് സമയമുള്ളത്. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. നിലവിൽ വിദൂര വിദ്യാഭ്യാസത്തിനൊന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമല്ല. നിലവിൽ ഡിസ്റ്റൻസ് കോഴ്സുകൾക്കൊന്നും ഈ സാമ്പത്തിക സഹായം ലഭ്യമല്ല. നിലവിൽ റെഗുലറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥിയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പിൻ്റെ വിതരണം ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ 30% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് വേണ്ടി അതും പ്രത്യേക പരിഗണന നൽകി നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.